ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ പുഴയും കടന്ന റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ജയബാലനും വിശാലും പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെയാണെങ്കിൽ കാവേരി ഇരിക്കുന്നത് ആദ്യം കാണുന്നില്ല. എന്താ സാറെ വിളിപ്പിച്ചത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും സമയമില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴാണ് കാവേരി തിരിഞ്ഞു നോക്കുന്നത്. ആരുടെ അടിയന്തരത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഇത്ര വേഗം വരാൻ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ജയബാലൻ. അപ്പോൾ കാവേരി പറയാണ്, എനിക്ക് അടിയന്തരമായിട്ടൊരു കാര്യമുണ്ട്, അതുകൊണ്ടാണ് വരാൻ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. ഓ, ഇവളായിരുന്നോ? അത് ശരി, അത് ഞാൻ ചിന്തിക്കേണ്ടതായിരുന്നു. എന്തെങ്കിലും പ്രശ്നത്തിന്റെ ഉള്ളിൽ ഇവളായിരിക്കും എന്നുള്ളത് അത് ഞാൻ ചിന്തിച്ചില്ല. എന്താ സാറേ ഇതൊക്കെ? ഇവള് ഇങ്ങനെ പറഞ്ഞോന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ വിളിപ്പിക്കുകയാണോ ചെയ്യേണ്ടത്? അതെ, എന്തൊക്കെയായാലും ഇവിടെ നിന്ന് എൻ്റെ മോനെ ഞാൻ ഇതിങ്ങനെ ഞൊടിയിടയിൽ ഞാൻ ഇവിടെ നിന്ന് പുറത്തിറക്കും. അതുകൊണ്ട് എനിക്ക് ഒന്നും വരാനില്ല എന്ന് പറയുകയാണ്. അപ്പോഴാണ് യമുന തിരിഞ്ഞു നോക്കുന്നത്. ഓ, ഇപ്പൊ മനസ്സിലായി എന്താ കാര്യമെന്നുള്ളത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും പോലീസ് ഫോൺ എടുത്തിട്ട് അവനെ ഇങ്ങോട്ട് കൊണ്ടുപോടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വിനീതിനെ പോലീസ് അങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ആ സമയത്ത് ഇവനൊക്കെ ചേർന്നിട്ടാണ് എൻ്റെ മോനെ തല്ലിയത്. ഇപ്പം കേസ് എവിടെയാണെന്ന് എനിക്കറിയാം, എനിക്ക് മനസ്സിലായി എന്താണെന്നുള്ളത്. ഇവർ തന്ന പരാതി എൻ്റെ മോൻ വിശാല് ഈ പറയുന്ന യമുനയെ കോളേജിൽ നിന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് മാർത്താണ്ഡത്ത് കൊണ്ടുപോയി അവിടെ എൻ്റെ സ്വന്തം ഫാം ഹൗസിൽ ഒരു റൂമിൽ പൂട്ടിയിട്ട് ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു എന്ന് അല്ലേ ഇവർ പറഞ്ഞ പരാതി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പോലീസ് അടക്കം എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. എന്തായാലും ആ സമയത്ത് കാവേരി പറയുന്നുണ്ട്, എൻ്റെ ജയബാലൻ സാറേ, ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും പരാതിപ്പെടാനല്ല വന്നത്. എന്തായാലും ജയബാലൻ സാറിൻ്റെ വായിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും പുറത്തു വന്നല്ലോ. എൻ്റെ അനിയത്തിയെ നിങ്ങളുടെ മകൻ തട്ടിക്കൊണ്ടുപോയ കാര്യവും അതുപോലെ സ്വന്തം ഫാം ഹൗസിൽ വെച്ച് എൻ്റെ അനിയത്തി ഉപദ്രവിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞ് സമ്മതിച്ചല്ലോ, അത് മതി എന്ന് പറയുമ്പോൾ ജയബാലൻ പെട്ട രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് വിനീത് പറയുന്നുണ്ട്, അതെ, എന്തായാലും ഞങ്ങളൊന്നും പറയാൻ വേണ്ടി വന്നതല്ല എന്ന് പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ കാവേരി പറയുന്നത്, അതെ, വേറൊരു കാര്യം കൂടിയുണ്ട്. എന്തായാലും കാര്യങ്ങളൊക്കെ ഇത്ര എത്തിയ നിലയ്ക്ക് ഇവൻ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത്, ഇവൻ്റെ കൂടെ വേറെ 2 പേരും കൂടി ഉണ്ടായിരുന്നു. അവരിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിവിൻ അവിടേക്ക് ആ 2 വിശാലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേരെ തല്ലിച്ചതച്ച് അവിടേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് പോലീസിന് മുന്നിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, എന്താണോ ഇത്, ഇങ്ങനെയൊക്കെയാണോടോ ചെയ്യേണ്ടത്? താൻ എന്താ ഒരു ഗുണ്ടയെ പോലെ പെരുമാറുന്നത്? രാജേശ്വരിയുടെ മകനായതുകൊണ്ട്, രാജേശ്വരി മാഡത്തിൻ്റെ മകനായതുകൊണ്ട് മാത്രമാണ് തനിക്ക് ഇത്രയും ഇളവുകളൊക്കെ ഞാൻ തരുന്നത് എന്ന് പറയുമ്പോൾ നിവിൻ പറയുന്നുണ്ട്, അയ്യോ സാറേ, എനിക്ക് അങ്ങനെയുള്ള ഇളവുകളൊന്നും തരണ്ട. ഇത്തിരി കഴിവുള്ളവർക്ക് വേറെ നിയമം, അത് പാവപ്പെട്ടവർക്ക് വേറെ നിയമം, എങ്ങനെ ഒരു നിയമമൊന്നുമില്ല സാറ് എന്നിങ്ങനെ പറഞ്ഞ് നിവിന് അവിടെ സ്കോർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് പറയടോ, സത്യം നിങ്ങൾ പറയുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് അതിലൊരുത്തം പറയുന്നത്, ഞാൻ പറയാം സാർ എന്ന് പറഞ്ഞിട്ട് അവിടെ നടന്ന വള്ളിപുള്ളി തെറ്റാതെ എല്ലാ കാര്യങ്ങളും അവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തുറന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന യമുന പൊട്ടിക്കരയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പോലീസ് പറയുകയാണ്, സാറേ, ഇത് നിയമം വേറെയാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാവേരി പറയാണ്, അറിയാലോ സാറേ, എന്താന്ന് വെച്ചാൽ ജയബാലൻ സാറിന് പറഞ്ഞു കൊടുക്ക്, ഇല്ലെങ്കിലേ മകൻ്റെ അവസ്ഥ എന്താവുന്നും കൂടി ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് എന്ന് പറയുന്ന സമയത്ത് ജയബാലൻ സാറിൻ്റെ പോലീസിൻ്റെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നത്, എന്താടോ ഞാൻ ചെയ്യേണ്ടത്? അവൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കടോ. എൻ്റെ മകനെ പുറത്തിറക്കാനും വേണ്ടിയിട്ട് എൻ്റെ കയ്യോ കാലോ എന്താ അവൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ചോദിക്കടോ എന്ന് പോലീസിനോട് ഇങ്ങനെ ജയബാലൻ പറയുമ്പോൾ കാവേരി പറയുന്നുണ്ട്, എന്തായാലും തൽക്കാലം എനിക്ക് നിങ്ങളുടെ കയ്യോ കാലോ ഒന്നും വേണ്ട. അത് ഞാൻ ചോദിക്കും, ഞാനത് വെട്ടിയെടുക്കുക തന്നെ ചെയ്യും. പക്ഷെ ഇപ്പോഴല്ല, എൻ്റെ അച്ഛനെ പറ്റിച്ച ഒരു കാര്യം അവിടെ കിടക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഞാൻ എന്തായാലും ചോദിക്കും. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങളിപ്പോൾ ഈ കേസുമായി മുന്നോട്ട് പോകാനും എൻ്റെ അനിയത്തിയെ കോടതിയിൽ മുന്നിൽ നിർത്തി അത് വിചാരണ ചെയ്യാനോ അതിനൊന്നും വേണ്ടിയിട്ടല്ല. ഇത് പുറം ലോകം അറിയാതിരിക്കാൻ തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഇപ്പോൾ വന്നത് കള്ളക്കേസിൽ കുടുക്കിയ എൻ്റെ വിനീതേട്ടനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇപ്പം ഞങ്ങൾക്ക് ആവശ്യമെന്ന് പറയുന്നുണ്ട്. അപ്പം അത് ചെയ്യാമെന്ന് പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ എന്തായാലും വിനീതിനെ പുറത്തിറക്കാൻ വേണ്ട കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ ജയബാലനും ഈ പറയുന്ന വിശാലും നാണം കെട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോരുകയാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന സമയത്ത് ജയബാലൻ വിശാലിനോട് ചോദിക്കുന്നുണ്ട്, അവൻ എന്തിയടാ, എൻ്റെ പെങ്ങളെ മരുമകൻ എന്തിയടാ എന്ന് ചോദിക്കുമ്പം ഇവിടെ ഒന്നും കാണാനില്ല അച്ഛ, അവൻ വേഗം നേരത്തെ പോയിട്ടുണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അവൻ നേരത്തോടെ പൊക്കോട്ടെ, എന്തായാലും ഞാൻ രാജേശ്വരി ഒന്ന് കാണുന്നുണ്ട്, അവരെ കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ്.
അങ്ങനെ അതിനുശേഷം വിനീത് അവിടേക്ക് ചിരിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ കൂടെ നമ്മുടെ കാവേരിയും യമുനയും ഉണ്ട്. അപ്പോൾ യമുന വിശാലിനോട് പറയുന്നുണ്ട്, വിശാല് ഒന്ന് അവിടെ നിന്ന് എന്ന് പറയുകയാണ്. അപ്പോൾ വിശാൽ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി യമുന കാവേരിയോട് പറഞ്ഞു, ഇപ്പോൾ വരാം ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അരികിലേക്ക് ചെന്ന് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ ജയപാലൻ അരികിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ യമുന ചോദിക്കുകയാണ്, നീ എന്നോട് ഒരു തരിമ്പ് സ്നേഹമെങ്കിലും നിനക്ക് എന്നോടുണ്ടായിരുന്നു, നീ എന്നോട് കാട്ടിക്കൂട്ടിയതൊക്കെ അപ്പോൾ വെറും നാടകമായിരുന്നല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവനിങ്ങനെ ഒരു പുച്ഛത്തോടു കൂടിയുള്ള ചിരിച്ചിരിക്കുകയാണ്. ആ സമയത്ത് യമുന അവൻ്റെ കാരണം നോക്കി ഒന്നാ പൊട്ടിക്കുന്നുണ്ട്. അത് താങ്ങാനാവാതെ അവനിങ്ങനെ കൈവച്ച് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെയല്ലായിരുന്നു, നിന്നെ ഒരുപാട് ഞാൻ സ്നേഹിച്ചതാണ്, നിന്നെ ഞാൻ വിശ്വസിച്ചതാണ്. ഈ ഒരു അടി നിനക്ക് ഞാൻ തന്നില്ലെങ്കിൽ എൻ്റെ മനസ്സിൽ അത് കിടന്ന് കുത്തി നോവിക്കും, അതുകൊണ്ട് ഇനി എനിക്ക് സങ്കടമില്ല എന്ന് പറഞ്ഞ് അവളുടെ കണ്ണുനീര് തുടച്ചങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും വിശാലിന് കൊടുത്ത അടിയും കൊണ്ട് വിശാലും ജയപാലനും അവിടെ നിന്നും പോകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കാവേരിയൊക്കെ ഈ പറയുന്ന വിനീത് ജയപാലിനെ നോക്കി പുഞ്ചിരത്തെ തലയാട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോരുകയാണ്. അങ്ങനെ വീട്ടിലോട്ട് എത്തുകയാണ്. ആ സമയത്ത് നിളമോള് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പം ഇവരെ കാണുമ്പോൾ വേഗം തന്നെ ചെന്ന് അമ്മയോടും അച്ഛമ്മയോടും പറയുന്നുണ്ട്, അമ്മേ ഇതേ വിനീതേട്ടൻ വന്നു എന്ന് പറയുന്നുണ്ട്. വന്നോ മോളെ എന്ന് പറഞ്ഞ വലിയ സന്തോഷത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോഴേക്കും വിനീത് അവിടേക്ക് വരുന്നുണ്ട്. ഓടിച്ചെന്ന് നിളമോള് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം അമ്മൂമ്മയും, മോനെ എങ്ങനെയുണ്ട്, മോന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ ചോദിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നട്ട് കാത്തിരുന്ന ആളെവിടെ കാണാനില്ലല്ലോ എന്നിങ്ങനെ കാവേരി ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ശാരദ ഗംഗയെ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഗംഗ അവിടേക്ക് വരുമ്പോൾ പെട്ടെന്ന് കണ്ട് അവരങ്ങനെ പുഞ്ചിരിച്ച് അവളൊക്കെ ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ അവർ മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൾ അങ്ങനെ നേരെ വിനീതിൻ്റെ അരികിലേക്ക് വന്ന് വിനീതിൻ്റെ മുന്നിൽ അങ്ങനെ കണ്ണോട് കണ്ണ് അവർ രണ്ടുപേരും പരസ്പരം കണ്ണ് ചിമ്മാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് കാവേരിയോട് നമ്മുടെ നീള പറയുന്നുണ്ട്, ഇപ്പോൾ ഒരു ഗംഗേച്ചി ഇപ്പോൾ വിനീതേട്ടനെ കെട്ടിപ്പിടിക്കും എന്ന് പറയുകയാണ്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണോ ഈ പ്രായത്തിൽ നീ പറയേണ്ടത് എന്ന് ഇങ്ങനെ കാവേരി ചോദിക്കുന്നുണ്ട്. അല്ല, ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ സാധാരണ സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് എന്ന് നിളമോള് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് വിനീതേട്ട എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ കെട്ടിപ്പിടുത്തൊന്നുമില്ല. അപ്പം നീള പറയുന്നുണ്ട്, നശിപ്പിച്ച് എന്നിങ്ങനെ പറയുകയും ചെയ്യണം. ഇതാടി നമ്മുടെ ഗംഗേച്ചി എന്നിങ്ങനെ കാവേരി പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ അച്ഛമ്മ പറയുന്നുണ്ട്, ഇത് ഇങ്ങനെ നിന്നാൽ മതിയോ മോനെ, ഇവന് എന്തെങ്കിലും തിന്നാനും കുടിക്കാനൊക്കെ കൊടുത്തു, എൻ്റെ മോൻ ജയിലിൽ കിടന്ന് ക്ഷീണിച്ച് വന്നതാണ്. അപ്പോൾ കാവേരി പറയുന്നുണ്ട്, ജയിലിലല്ല അച്ഛമ്മ, ലോക്കപ്പിൽ. ഓ, എനിക്ക് വായിൽ കൊള്ളാത്ത പേരൊന്നും എനിക്കറിയില്ല. അങ്ങനെ നമ്മുടെ ഗംഗ ചായ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ അകത്തേക്ക് പോവുകയാണ്. അപ്പോഴും തിരിഞ്ഞിങ്ങനെ നോക്കുന്നുണ്ട്. അവരുടെ കണ്ണുകളിൽ ആ പ്രണയം കാണാം. എന്തായാലും എല്ലാവരും ചുറ്റും നിൽക്കുന്ന എല്ലാവരും ഒന്ന് പുഞ്ചിരിക്കുകയും നാണത്തോടു കൂടി ഇങ്ങനെ ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വിനീതിനെ അച്ഛമ്മയുടെ അരികിൽ കൊണ്ടുവന്ന് ഇരുത്തുകയാണ്. അച്ഛമ്മ നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ തന്നെയായിരുന്നു. മുത്തശ്ശന് ഏതു നേരം ജയിലിലായിരുന്നു. അതുപോലെ തന്നെ എന്നും ഡെയിലി ഒപ്പിടാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. അങ്ങനെ വീരകഥകളൊക്കെ പറയുമ്പോൾ നന്നായിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് അവരങ്ങനെ തലയ്ക്കും കൈവച്ചിരിക്കുകയാണ്. നമ്മുടെ ശാരദയാണെങ്കിലും യമുനയാണെങ്കിലും കാവേരിയാണെങ്കിലും. അങ്ങനെ ആ സമയത്ത് ഈ പറയുന്ന ഗംഗ ചായയുമായിട്ട് വരികയാണ്. അപ്പോൾ ഇവരും ഇതുപോലെ പരസ്പരം അകലെ കണ്ണോട് കണ്ണ് നോർത്ത് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ വാതിൻ്റെ കട്ടള തടഞ്ഞിട്ട് അവൾ അങ്ങോട്ട് വീഴുകയാണ്. അപ്പോൾ ആ സമയം അവളുടെ കയ്യിലുണ്ടായ അവൾ വീഴുന്നില്ല, അവളുടെ കയ്യിലുണ്ടായ ചായക്കപ്പ് വീഴുകയാണ്. അത് പൊട്ടി തകർന്ന് താഴെ വീഴുന്നുണ്ട്. അപ്പോൾ ഓടിച്ചെന്ന് വിനീത് അവളെ സഹായിക്കാൻ നിൽക്കുന്ന സമയത്ത്, നീ അവിടെ ഇരിക്കുക, അത് അവർ ചെയ്തോളും എന്നും പറഞ്ഞ് അച്ഛമ്മ പിടിച്ച് അവിടെ ഇരുത്തുകയാണ്. അതങ്ങനെ പറക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ കാവേരി അകത്തേക്ക് പോവുകയാണ്. അതേ സമയത്ത് ഗംഗയുടെ പുറകെ കാലിൻ്റെ പുറകെ ഒരു കഷ്ണം ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ ഓടിച്ചെന്ന് നമ്മുടെ വിനീത് അതെടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് ഗംഗ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഗംഗയുടെ കാലിൻ്റെ പുറകിലായിരുന്നു, എങ്ങാനും തട്ടിയിരുന്നെങ്കിൽ മുറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ഒരു ഭാഗം കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.